കർത്താവിന്റെ വിലയേറിയ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിന്റെ സ്നേഹവന്ദനം. നിങ്ങളുടെ മുമ്പാകെ എനിക്ക് അവതരിപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ മൊഴികളിൽ ഒന്നായ ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്നതാണ്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യവും 9-ാം അധ്യായം 5-ാം വാക്യവും വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യേശു പിന്നെയും അവരോട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യോഹന്നാൻ 9:5-ാം വാക്യം, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ക്രിസ്തു ഞാൻ എന്ന പദപ്രയോഗം പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ കർത്താവ് ഞാൻ എന്നുള്ള പദപ്രയോഗത്തിലൂടെ തന്നെയുള്ള ദൈവികത്വത്തെയും മനുഷ്യത്വത്തെയും പ്രകടമാക്കുന്നു. കൂടാര പെരുന്നാൾ യഹൂദന്മാരുടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണ്. എല്ലാ യഹൂദന്മാരും ഇതിൽ പങ്കുകൊള്ളുവാൻ യെരുശലേമിൽ എത്തിച്ചേരുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ പ്രവാസത്തിന്റെ ഓർമ്മയ്ക്കായി യഹൂദന്മാർ കൂടാരങ്ങൾ അടിച്ച് ഈ ഉത്സവ സമയത്തെ ദൈവാലയത്തിന് ചുറ്റും താമസിക്കുമായിരുന്നു. കൂടാര പെരുന്നാളിന്റെ അവസാന ദിവസമായ 7-ാം ദിവസം 2 പ്രധാനപ്പെട്ട ആചാരങ്ങൾ ഇസ്രായേൽ മക്കളുടെ പ്രവാസകാലത്തിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക പതിവായിരുന്നു. അതിൽ ആദ്യത്തേത്, ഇസ്രായേൽ മക്കളുടെ പ്രവാസകാലത്ത് ദൈവം വെള്ളം പ്രദാനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ശീലോം കുളത്തിലെ വെള്ളം പുരോഹിതന്മാർ ആചാരപൂർവ്വം ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു. ആ സന്ദർഭത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 2-ാമത്തെ ആചാരം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം രാത്രി അഗ്നിസംഭവമായി കൂടെ ഇരുന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചതിന്റെ ഓർമ്മയ്ക്കായി 4 വിളക്കുകൾ ദൈവാലയ മതിലോളം ഉയരത്തിൽ കത്തിച്ചു നിർത്തുന്നതായിരുന്നു. ഈ വിളക്കുകളിലെ പ്രകാശം രാത്രി മുഴുവൻ യെരുശലേം നഗരം പ്രകാശപൂരിതമാക്കും. അതോടൊപ്പം തന്നെ രാത്രി മുഴുവൻ ഇസ്രായേലിലെ ഉന്നതന്മാരും വിശുദ്ധരുമായ വിദ്വാൻമാർ സങ്കീർത്തനങ്ങളോടെ ദൈവമുമ്പാകെ നൃത്തം ചെയ്യുകയും ലേവ്യർ സംഗീതാഘോഷങ്ങളാൽ ഇതിൽ പങ്കുചേരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ച മൊഴിയാണിത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഈ ലോകത്തിൽ രാത്രിയും പകലും ഇരുളും വെളിച്ചവും പ്രപഞ്ചത്തിന്റെ 2 വ്യത്യസ്ത അവസ്ഥയെ കാണിക്കുന്നു. ഇവ രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. പ്രകാശത്തിന്റെ അഭാവം മാത്രമല്ല ഇരുൾ. യെശയ്യാവ് 45:6-ാം വാക്യത്തിൽ കാണുന്നത് ദൈവം പ്രകാശത്തെയും അന്ധകാരത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്രേ. യിരെമ്യാവ് 33:25 വായിക്കുന്നത് ദൈവം രാത്രിയോടും പകലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്നത്രേ. അതുപോലെ ആത്മീയ ലോകത്തിലും വെളിച്ചവും ഇരുളും പരസ്പര വിരുദ്ധങ്ങളാണ്. വെളിച്ചം ദൈവികതയെയും ഇരുൾ ദുഷ്ടതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ദൈവം വെളിച്ചമാണ്, ദൈവം പിതാവാണ്, ദൈവം വെളിച്ചമാണ്, വെളിച്ചത്തിന്റെ പിതാവാണ്, വെളിച്ചത്തിൽ വസിക്കുന്നു, വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്നു എന്നെല്ലാം ദൈവവചനത്തിൽ നാം കാണുന്നു. ഈ ദൈവം ആത്മീയ അന്ധകാരത്താൽ നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് ലോകത്തിന്റെ വെളിച്ചമായി അവതരിക്കപ്പെട്ടു. അവനെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും ജീവന്റെ വെളിച്ചമാണ് ഇന്ന് ഈ ലോകത്തിൽ. വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകമാണ് വെളിച്ചം. ഒരു ദിവസം ഈ ലോകത്തിൽ നിന്നും തന്റെ ദൗത്യം പൂർത്തിയാക്കി പോകുമെന്ന് ഓർത്തപ്പോൾ ഒലിവുമലയിൽ വെച്ച് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു സൂര്യനെങ്കിൽ സഭയാം നാം ചന്ദ്രനെ പോലെ അത്രേ. ചന്ദ്രനെ സ്വയമായി പ്രകാശിക്കുവാൻ കഴിയില്ല. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തെ പ്രതിബിംബമാക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. ആയതിനാൽ അവനിൽ നിന്ന് ശരിയായ വെളിച്ചം നമ്മളിലേക്ക് ലഭിച്ചാൽ മാത്രമേ ഇന്ന് ആത്മീയ അന്ധകാരത്തിൽ കഴിയുന്ന ലോകത്തിന് മുമ്പിൽ നമുക്ക് പ്രകാശിക്കുവാൻ കഴിയുള്ളൂ. നമുക്ക് എങ്ങനെ ആ വെളിച്ചം നമ്മിലേക്ക് പ്രതിബിംബിക്കാൻ കഴിയും? യേശു ക്രിസ്തുവിലൂടെയും അവന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവജനം സ്വർഗീയ പ്രകാശത്തിന്റെ ശക്തിയാൽ രൂപാന്തരവും ശുദ്ധീകരണവും പ്രാപിച്ചത് മൂലം ഇന്ന് ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. അന്ധകാരത്തിന്റെ ശക്തിയോടുള്ള പോരാട്ടത്തിൽ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കേണ്ടവരാണ് നാം. ലൂക്കോസിന്റെ ലേഖനം 8-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും യേശു ക്രിസ്തു വിളക്കിനെ പറ്റി പറഞ്ഞ 2 ഉപമകൾ കാണാം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. 2 ഒരുപോലെ എന്ന് തോന്നുമെങ്കിലും 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 2 വ്യത്യസ്ത കാര്യങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞ ഉപമകളാണ്. 8-ാം അധ്യായത്തിൽ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും 11-ാം അധ്യായത്തിൽ അവിശ്വാസികളോടുള്ള ബന്ധത്തിലുമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തുറന്നുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 8-ാം അധ്യായത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ തന്റെ ജീവിതത്തിൽ തന്നിൽ കത്തിയ സത്യവചനങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ മാത്രമേ അനേകരെ ആ പ്രകാശത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ ഉപമയിലൂടെ പ്രസ്താവിക്കുന്നു.
അതുകൊണ്ടാണ് യേശു വിളക്കിനെ കുറിച്ച് സംസാരിക്കുകയും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു എന്ന് പറയുകയും ചെയ്തത്. ഒരു സംഭവം അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ജനങ്ങൾ തീവണ്ടി യാത്രയും കുതിരവണ്ടി യാത്രയും പതിവായിരുന്നു. അങ്ങനെ കുതിരവണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീവണ്ടി വന്നിടിച്ച് അതിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ആ അപകടം സംഭവിച്ച റെയിൽവേ ക്രോസിൽ യാത്രക്കാർക്ക് സിഗ്നൽ നൽകുവാൻ നിയമിച്ചാക്കിയിരുന്ന ഉദ്യോഗസ്ഥനെ പോലീസ് ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. നീ ട്രെയിൻ വരുന്നത് കണ്ടുപോയോ എന്ന് ചോദിച്ചു. ഉവ്വ എന്ന് മറുപടി പറഞ്ഞു. താങ്കൾ ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ കൈവിളക്ക് ഉയർത്തി കാണിച്ചു പോയെന്ന് ചോദിച്ചു. ഉവ്വ എന്ന് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. ഈ ഗേറ്റ് കീപ്പറിൽ തെറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ അതൊരു സാധാരണ അപകടമായി വിധിയെഴുതി. വർഷങ്ങൾക്ക് ശേഷം ആ ഉദ്യോഗസ്ഥനോട് തന്റെ സുഹൃത്ത് സഹതാപത്തോടെ ഈ സംഭവത്തിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചു. ആ മനുഷ്യൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. തീവ്രമായ അന്വേഷണമായിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ അധികാരികൾ എന്നോട് ഒരു പ്രധാന കാര്യം ചോദിച്ചില്ല. അതായത്, ഞാൻ സിഗ്നൽ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന കൈവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ മനുഷ്യന്റെ കൈവിളക്കിൽ നിന്നുള്ള പ്രകാശം കാണാഞ്ഞത് മൂലമാണ് ആ തീവണ്ടി അപകടത്തിൽ ആ കുടുംബം കൊല്ലപ്പെട്ടത്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ രക്ഷിക്കുവാൻ നമ്മൾ ആ വെളിച്ചമുണ്ടോ? ഉണ്ടെങ്കിൽ നാം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നുണ്ടോ? അതോ പ്രകാശമില്ലാത്ത ഒരു ഗേറ്റ് കീപ്പർ എന്ന പോലെ നാം ജീവിക്കുകയാണോ എന്ന് നമ്മെ തന്നെ പരിശോധന ചെയ്യുവാൻ ഇടയാകുമാറാകട്ടെ. യേശു ക്രിസ്തുവാവുന്ന വെളിച്ചത്തിൽ നാം ഓരോരുത്തരും വസിക്കപ്പെടുകയും നമ്മളിലൂടെ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് വ്യാപരിച്ച് സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രസാദിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ സംഭവിക്കും.